To be content in life is a great thing. Here we are discussing such a topic, The Violet, written by Goethe. Goethe is a renowned German writer of the modern era. ആധുനിക കാലഘട്ടത്തിലെ പ്രശസ്തനായ ജർമ്മൻ എഴുത്തുകാരനാണ് ഗോതെ. അദ്ദേഹത്തിന്റെ ദ വയലറ്റ് എന്ന കവിതയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഹിസ് എ versatile genius who wrote poems, plays, novels and critical essays. ഒരു ബഹുമുഖ പ്രതിഭയാണ് ഗോതെ. അദ്ദേഹം കവിതകൾ എഴുതിയിട്ടുണ്ട്, അതേപോലെ എസ്സേ, നോവലുകൾ, അതേപോലെ തന്നെ ക്രിട്ടിക്കൽ എസ്സേസ്, നാടകങ്ങൾ, ഇതൊക്കെ എഴുതിയ വ്യക്തിയാണ് അദ്ദേഹം. And his poetry is scored as a model for the German poetic movement named Innerliche, which means inwardness or introspection. അദ്ദേഹത്തിന്റെ കവിതകൾ ഒരുപാട് പ്രസ്ഥാനങ്ങൾക്ക്, സാഹിത്യ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായ വർക്കുകളാണ് അദ്ദേഹത്തിൻ്റെത്. ആൻഡ് ഹി ഇൻസ്പയർഡ് ദ കമ്പോസേഴ്സ് ലൈക്ക് മൊസാർട്ട് ആൻഡ് ബീതോവൻ. മൊസാർട്ട്, ബീതോവൻ പോലെയുള്ള മ്യൂസീഷ്യൻസിനും അദ്ദേഹത്തിന്റെ കവിതകൾ വളരെ അധികം പ്രചോദനമായതാണ്. ആൻഡ് ഹിസ് ഫിലോസഫി മോട്ടിവേറ്റഡ് തിങ്കേഴ്സ് ലൈക്ക് ഹെഗൽ, നീഷെ ആൻഡ് കാൾയോങ്, അതേപോലെ തന്നെ നീഷെ, ഹെഗൽ തുടങ്ങിയ തത്വചിന്തകന്മാരെ ആകർഷിച്ചതാണ് അദ്ദേഹത്തിന്റെ ഫിലോസഫി. ആൻഡ് ഹി ഇൻസ്പയർഡ് ബ്രിട്ടീഷ് റൈറ്റേഴ്സ് ലൈക്ക് ജോർജ് ഇലിയറ്റ് ആൻഡ് മാത്യു അർണോൾഡ്. അതേപോലെ ജോർജ് ഇലിയറ്റ് തുടങ്ങിയ ബ്രിട്ടീഷ് എഴുത്തുകാരെയും അദ്ദേഹം സ്വാധീനിച്ച വ്യക്തിയാണ്. ആൻഡ് ഹിസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആർ ഫോസ്റ്റ്, ദ സോറോ ഓഫ് യങ് വേർദർ, ദ റീയൂണിയൻ എക്സെട്ര. അദ്ദേഹത്തിന്റെ പ്രശസ്തങ്ങളായ കൃതികൾ ദ സോറോ ഓഫ് യങ് വേർദർ, ഫ്രോസ്റ്റ്, അതേപോലെ റീയൂണിയൻ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രശസ്തങ്ങളായ കൃതികളാണ്. ഡിസെൻചാൻമെന്റ് ഇസ് ദി മെയിൻ തീം ഓഫ് ദ പോം. ഈ കവിതയുടെ പ്രധാനപ്പെട്ട തീം ഡിസെൻചാൻമെന്റ്. ദാറ്റ് മീൻസ് വി ക്യാൻ സേ ഇറ്റ് ഈസ് ഡിസപ്പോയിൻമെന്റ്, അല്ലെങ്കിൽ ടു റിമൂവ് സ്പെൽ, ആ ഒരു മാന്ത്രിക വലയത്തിനകത്ത് പെട്ടുപോയ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഡിസെൻചാൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരാശ ഉണ്ടാകുക, അല്ലെങ്കിൽ നിരാശ ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് തൃപ്തി കണ്ടെത്തുക തുടങ്ങിയവയാണ്. ആൻഡ് we can move on to the poem The Violet by Goethe. Upon the mead a violet stood, retiring and of modest mood. എന്താണ് വയലറ്റ് പൂവാണ്, ഫ്ലവർ ആണ്. അപ്പോൾ the mead means meadow. A violet stood means it is standing in the meadows. And retiring and of modest mood means നല്ല സിമ്പിൾ ആയിട്ടാണ്. അതോടൊപ്പം തന്നെ റിട്ടയറിങ് മീൻസ് ഹിയർ സ്റ്റാറ്റിക്, വളരെ എന്താണ് സ്ഥിരമായിട്ട് ആ ഒരു നല്ല ഒരു ലുക്കിൽ നിൽക്കുന്ന ഒരു വയലറ്റ് പൂവ്. ഇൻ ട്രൂത്ത് എ വയലറ്റ് ഫെയർ, നല്ല രസമുണ്ട്, സുന്ദരിയായ വയലറ്റ് പൂവ്. ദെൻ കെയിം എ യൂത്ത്ഫുൾ ഷെപ്പേർഡസ്. ഈ സമയത്താണ്, അങ്ങനെ ആ പുൽത്തകിടിയിൽ അല്ലെങ്കിൽ ആ പുല്ലുകൾക്കിടയിൽ ഒരു വയലറ്റ് പൂവ് ഇങ്ങനെ നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്ന സമയത്താണ് ഒരു ഷെപ്പേർഡസ് അവിടെ വരുന്നത്. ആൻഡ് റോംഡ് വിത്ത് സ്പ്രൈറ്റ്ലി ജോയസ്നെസ് ആൻഡ് ബ്ലൈത്ത്ലി വുഡ്. ഹിയർ റോംഡ് വിത്ത്, ആ ഒരു ഷെപ്പേർഡസ് വരുന്നത് ഷീ ഈസ് എക്സ്ട്രീംലി ഇൻ ജോയ്, വളരെയധികം എസ്റ്റാറ്റിക് മൂഡിലാണ്, വളരെയധികം സന്തോഷവതിയായിട്ടാണ്. വിത്ത് കരോൾസ് സ്വീറ്റ് ദ എയർ, പാട്ടൊക്കെ പാടിയിട്ടാണ്. കരോൾ മീൻസ് സോങ്സ്. ഇവിടെ പാട്ടൊക്കെ പാടി വളരെ സന്തോഷത്തിൽ വരുന്ന ഒരു ഷെപ്പേർഡസ്, ആട്ടിടെ സ്ത്രീ, ആട്ടിടെ പെൺകുട്ടി. ഓ തോട്ട് ദ വയലറ്റ് ഹാഡ് ഐ ബീൻ ഫോർ ബട്ട് ദി സ്മോളസ്റ്റ് മൊമെന്റ്, ഈവൻ നേച്ചേഴ്സ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫ്ലവർ ഫീൽ ഗ്യാതേർഡ് ബൈ മൈ ലവ് ആൻഡ് പ്രസ്ഡ് വെൻ വെറി എഗെയിൻസ്റ്റ് ഹർ ജെന്റിൽ ബ്രസ്റ്റ്. ഈ സമയത്ത് ആ വയലറ്റ് പൂവ് ആഗ്രഹിക്കുന്നു എന്താണ്? ടു ബി പ്രസ്ഡ് ഇൻ ഹർ ബ്രസ്റ്റ്, അവളുടെ ആ നെഞ്ചോട് ചേരാൻ ആ ഒരു പൂവ് ആഗ്രഹിക്കുന്നു. അതായത് അത്രത്തോളം സുന്ദരിയാണ്. ആ സുന്ദരിയായ അവളുടെ നെഞ്ചത്ത് ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള പൂവ് എന്ന രീതിയിലേക്ക് നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്നെങ്കിൽ, അവള് എന്നെ നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്നെങ്കിൽ എന്ന് ആ വയലറ്റ് പൂവ് ആഗ്രഹിക്കുന്നു. നമ്മളിപ്പോൾ റോസാപ്പൂവൊക്കെ ആ നെഞ്ചോട് ചേർത്ത് വെക്കുന്നത് പോലെ എന്നെയും നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്നെങ്കിൽ എന്ന് ആ വയലറ്റ് പൂവ് ആഗ്രഹിക്കുന്നു. ഈ സമയത്ത് ഇവിടെ ആ പൂവിൻ്റെ ആഗ്രഹമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ആ ഒരു ഇന്നസെൻസ് ഇവിടെ കാണാൻ സാധിക്കും. ആ നിഷ്കളങ്കമായ പൂവ്, ആ പൂവിനറിയാം അത്രത്തോളം ഫെയർ അല്ല താനെന്ന്, പക്ഷെ എന്നാലും സുന്ദരിയാണ്, തന്നെ ഒന്ന്
നെഞ്ചോട് ചേർത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ തന്നെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ. ഇവിടെ പൂവിൻ്റെ ആ നൈമിഷികത മനസ്സിലാകുന്നുണ്ട്. അതായത് എന്താണ്, ഇറ്റ് ഹാസ് ദ ലൈഫ് ഓഫ് വൺ ഡേ. ഒരൊറ്റ ദിവസം കൊണ്ട് രാവിലെ വിടർന്ന് വൈകിട്ടാകുമ്പോഴത്തേക്ക് നശിച്ചു പോകുന്ന പൂവാണ്. പക്ഷെ അതും ആഗ്രഹിക്കുകയാണ് ഒരു നിമിഷം അങ്ങനെ ഒരു അവസരം കിട്ടിയിരുന്നുവെങ്കിൽ. And she crushed the violet sweet, it sang and died, yet murmured not. And if I die, oh happy lot, for her I die, and on your very foot. At your very foot. ഈ സമയത്ത് ആ പൂവ് ആഗ്രഹിക്കുന്നത് അവളുടെ നെഞ്ചോട് ചേരാനാണ്. പക്ഷേ ആ ആഹ്ലാദത്തിൻ്റെ നമ്മൾ പറഞ്ഞു ആ ആട്ടിടയ പെൺകുട്ടി പാട്ടൊക്കെ പാടി സന്തോഷത്തിൽ വരുന്നാണ് അവൾ അറിയാതെ ആ പൂവിനെ ചവിട്ടി അരയ്ക്കുന്നു. അപ്പോഴും ആ പൂവ് സന്തോഷിക്കുകയാണ്. കാരണം അവളുടെ ആ സുന്ദരമായ കാലുകൊണ്ടാണല്ലോ താൻ ചവിട്ടി അരയ്ക്കപ്പെട്ടത് എന്ന ആ ഒരു സന്തോഷം ആ പൂവ് പ്രകടിപ്പിക്കുന്നു. ഇവിടെ നമുക്ക് ആ ഒരു നിഷ്കളങ്കതയാണ് കാണാൻ സാധിക്കുന്നത്.